ഹായ് ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് എൻ്റെ ബുക്സ് കളക്ഷനാണ്. അതായത് ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വന്നത് തൊട്ട് CA CMAയിലേക്ക് വന്നത് തൊട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ബുക്കുകൾ പോലും ഞാൻ കളഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, ഫെയിലായവരും കോഴ്സ് ഡ്രോപ്പ് ചെയ്തവരും ഒക്കെ തന്നെ അത് സ്ക്രാപ്പാക്കി കൊടുത്തു. ഈവൻ പാസ്സായി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വരെ ബുക്സ് സ്ക്രാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ തോട്ടാണ്. എങ്കിലും എനിക്ക് ഞാൻ പഠിക്കുന്ന ബുക്സ് അത്രയും ഞാൻ പാസ്സായോ ഇല്ലയോ വോട്ടെവർ, അത് പിന്നത്തെ കാര്യം, പക്ഷെ അത്രയും റെസ്പെക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ബുക്സും ഞാൻ നല്ലപോലെ ക്ലീനാക്കി വെക്കുന്നുണ്ടായിരുന്നു. നല്ലപോലെ നീറ്റ് ആൻഡ് ക്ലീനാക്കി സൂക്ഷിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഒരു റാൻഡം വീഡിയോ ചെയ്യാം. ഞാൻ ഇന്ന് ഒരു ക്ലാസ് റെക്കോർഡിങ്ങിന് പോകാൻ വന്നപ്പോൾ ഒരു പഴയ ഒരു ടോപ്പിക് എനിക്കൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാൻ ഒരു പഴയ ബുക്ക് എടുക്കാൻ വന്നതാണ്. ഈ ഇത്രയും ബുക്സ് സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഒരാളൊരു ഡൗട്ട് വന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് വേണം, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി റെഫർ ചെയ്യാനൊരു ബുക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഏത് ബുക്ക് വേണമെങ്കിലും കൊടുക്കാം. അതിനകത്തുണ്ടാവും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞാൽ നമുക്കൊരു ആവശ്യം വന്ന് റെഫർ ചെയ്യാൻ ബുക്ക് വേണ്ടേ? അന്നേരം നമ്മൾ വേറുള്ളവരോട് ചോദിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഇത്രയും ബുക്സ് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇല്ലേ, അത് നമുക്ക് റെഫർ ചെയ്താൽ പോരെ. നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നിൽക്കുന്ന ഡൗട്ട്സൊക്കെ റെഫർ ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ബുക്സ് എങ്ങനെയാണ് ഒരു കീപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം നിങ്ങൾക്ക് ഒരു റാൻഡം ക്ലിപ്പ് കാണിക്കാം. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു വ്യൂ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇത് എൻ്റെ CMA ഫൗണ്ടേഷൻ്റെ ബുക്സാണ്. ജസ്റ്റ് 4 ബുക്സ് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ അത് ഇതിൻ്റെ താഴെ ഇരിക്കുന്ന സ്പൈറലൊന്നും ഇതിൻ്റെ റിലേറ്റഡ് അല്ല കേട്ടോ. വേറെ ബുക്സ്, വേറെ ഒരു ഇത് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എടുത്ത കോപ്പീസാണ്. +2 ഉള്ള അത് ഇതിലല്ല. ഞാൻ ജസ്റ്റ് കീപ്പ് ചെയ്തു എന്നുള്ളൂ. കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ സ്പൈറൽ ബുക്സൊക്കെ, അങ്ങനെ കീപ്പ് ചെയ്തു എന്നുള്ളൂ. ഇതാണ് എൻ്റെ CMA ഫൗണ്ടേഷൻ്റെ ബുക്സ്. ഇനി ഈ കാണിക്കുന്നത് CA ഫൗണ്ടേഷൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. ICA പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും വേറെ സ്കാനറോ ക്രാക്കറോ ഒന്നും മേടിച്ചില്ലെന്ന്. ഇല്ല, ഞാൻ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ മാത്രം വെച്ച് പഠിച്ച ഒരാളാണ്. നെക്സ്റ്റ് ഞാൻ എന്താ ഈ കാണിക്കുന്നത് നമ്മുടെ ഇൻ്റർമീഡിയേറ്റിൻ്റെ CA ഇൻ്റർമീഡിയേറ്റിൻ്റെ ഫസ്റ്റ് സിലബസിൽ ഇതായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് സിലബസിലെ ബുക്സ് ഇതായിരുന്നു. ഈ ഇത്രയും ഹൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത്രയും ഹൈറ്റ് ഉണ്ട്. CA ഇൻ്ററിൻ്റെ ബുക്സാണ് കേട്ടോ. ഇത്രയും ഹൈറ്റ് ഉണ്ട്, നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് തീർത്തും ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് സിലബസിൻ്റെ ബുക്സാണ്. ഇതിലെല്ലാം ഉണ്ട്, ഒരു ബുക്ക് പോലും ഞാൻ മാറ്റിയിട്ടില്ല, എല്ലാം അതുപോലെ ഉണ്ട്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഈ 2 ബുക്സ് എന്ന് വെച്ചാൽ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി മൊഡ്യൂൾ 1 and 2 എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് നമുക്ക് CAയിലൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ചെയ്യവേ തന്നെ നമുക്ക് ITT ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് 2 ഒരു 15 ഡേയ്സ് പോലെ ഒരു വർക്കിംഗ് പോലെ ഒരു നല്ലതാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് IT ട്രെയിനിങ്ങും കിട്ടും. അതല്ലാതെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരിതുണ്ട്. അപ്പോൾ ഞാനതിൽ ITT ചെയ്ത സമയത്ത് ഉള്ള ടെക്സ്റ്റ് ബുക്കാണിത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഇപ്പോൾ സിലബസ് മാറി. ഈ സിലബസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 2 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോയിൻ ചെയ്ത് 2 അറ്റംപ്റ്റ് വരെ ഈ ടെക്സ്റ്റ് ബുക്കുള്ള സിലബസ് ആയിരുന്നു. അതിനുശേഷം ഈ ബുക്സ് വന്നു. പുതിയ ബുക്സ് ഇപ്പോൾ ഇതാണ്. CAയുടെ പുതിയ ബുക്സാണ്, പുതിയ സിലബസ്, ലേറ്റസ്റ്റ് സിലബസിൻ്റെ ബുക്സ് ഇതാണ്. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും മുന്നത്തെക്കാലം കുറഞ്ഞു വന്ന്. ഒന്നും കുറഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ ഇതിനകത്തേക്ക് അവർ ആഡ് ചെയ്തു. പിന്നെ അവരുടെ സിലബസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. മുന്നേ 8 പേപ്പർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 6 പേപ്പറായി. അപ്പോൾ അത് ഫൈനലിലോട്ടും നമ്മുടെ ഫൗണ്ടേഷനിലോട്ടൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റായി നിൽക്കുന്നതുകൊണ്ടാണ് ബുക്സിൻ്റെ എണ്ണം കുറഞ്ഞത്. ടോപ്പിക്സൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും 2 സിലബസിൻ്റെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളൊക്കെ ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ഇതാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് അതായത് നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ബുക്സാണ്. ഇത് നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്സ് ഇതിലുണ്ട്. 8 ബുക്കാണ്, 8 ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് 3 കൂടി നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് രണ്ടും CA ഇൻ്ററിൻ്റെയും CMA ഇൻ്ററിൻ്റെയും ബുക്സാണ്. ലൈക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് വെച്ച് തന്നെ ഏകദേശം ഇതിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പറയേ CA CMA ഒരുപോലെ ആണോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ കാണിക്കുന്നത് ഇപ്പോൾ CMA ഫൈനലിൻ്റെ ബുക്സാണ്. ഇതിൽ ഒരു ബുക്ക് കുറവുണ്ട് കേട്ടോ. അത് ഞാൻ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിലില്ല. ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, അതുകൊണ്ട് കവർ പോലും ഇളക്കാണ്ട് വെച്ചിരിക്കുന്നത്. സോ ഇത് നല്ല ബുക്കാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കുറച്ചൊക്കെ റീഡ് ചെയ്തു. ഇത് ഏകദേശം രണ്ടും ഫൈനലും ഇൻ്ററൊക്കെ ഒരേ ഹൈറ്റിൽ വരും കേട്ടോ. ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറവാണുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മുടെ ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. ഇത് ഞാൻ ഇൻ്റർ പഠിക്കുന്ന സമയത്ത്
ആദ്യത്തെ CMAയുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്കൊരു ഫാക്കൽറ്റി സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ്. കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കുഴപ്പമില്ല. ജൂൺ 24 അറ്റംപ്റ്റിന് എങ്ങാണ്ടാണ് ഞാനത് എടുക്കുന്നത്. ഫുള്ള് പഠിച്ചിട്ടില്ല, എങ്കിലും എക്സാം തലേന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ ഞാൻ സെൽഫായിട്ട് നോട്ടുള്ളത് കൊണ്ട് അതാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ ഈ കാണിക്കുന്നത് എൻ്റെ അല്ലാതെ കുറച്ച് ബുക്സാണ് കേട്ടോ, അല്ലാതെ കുറച്ച് ബുക്സൊക്കെ ഉള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്പൈറൽ ബുക്സാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്പൈറൽ ബുക്സിൽ എഴുതാനാണ്. ആൻഡ് ഇത് നിങ്ങൾ കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് പാഡുകളാണ്. ഒരുപാടുണ്ട് എനിക്കത്, ഒരുപാട് നോട്ട് പാഡ്സ് ഉണ്ട്. അപ്പോൾ ഈ റൈറ്റിംഗ് പാഡ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നല്ലതാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ബുക്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് അഡീഷണൽ നോക്കണം എന്ന് തോന്നിയാൽ നമുക്കിങ്ങനെ വെക്കാം. ആൻഡ് ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ്, സ്പൈറൽ ബുക്സ്. ഞാൻ ഒരുപാട് ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാനിതിൽ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. നല്ല ബുക്സാണ്. കണ്ടോ, എനിക്ക് സാധാ നമ്മുടെ നോട്ട്ബുക്കിനേക്കാളും ഒന്നും കൂടി ഇഷ്ടം സ്പൈറൽ ബുക്സാണ്. ഇത് കണ്ടോ, ഇതിൽ എനിക്ക് ഒരുപാടുണ്ട്. ഇതിൽ എല്ലാത്തിനും ഞാൻ അങ്ങനെ യൂസ് ചെയ്യും. കൂടുതലും ഞാൻ തിയററ്റിക്കൽ പേപ്പേഴ്സിന് സ്പൈറൽ ബുക്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല കളേഴ്സൊക്കെ കൊടുത്ത് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നോട്ട്സൊക്കെ ആദ്യം നമ്മുടെ ഏതാണ് ജൂൺ 24, അതുപോലെ ഡിസംബർ 24, ജൂൺ 25, ഡിസംബർ 25, ആ 4 അറ്റംപ്റ്റിൽ എൻ്റെ ക്ലാസ് എടുത്ത് പഠിച്ച കുട്ടികൾക്കറിയാം എങ്ങനെയായിരുന്നു എൻ്റെ നോട്ട്സ് എന്ന്. നല്ല കളർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. പിന്നെ ഞാൻ BCom കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. BComൻ്റെ ടെക്സ്റ്റ് ബുക്സാണിത്. എല്ലാമൊന്നും ഇല്ല, കുറച്ചൊക്കെ ഉണ്ട്. ഇതിന് ഞാൻ കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ആൻഡ് ഈ കാണുന്ന കണ്ടോ, ഇത് മൊത്തം എൻ്റെ നോട്ട് ബുക്സാണ്. അതായത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സെൽഫാക്കി ഉണ്ടാക്കിയെടുത്ത നോട്ട്സൊക്കെയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഈ ഒരു ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ഈ നോട്ട്ബുക്കിൽ നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ കൂടുതലും നമ്മുടെ അമ്മമാർക്കുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ പറഞ്ഞ ബുക്സിലെ പേപ്പറൊക്കെ, അതായത് ബാലൻസ് വരുന്ന പേപ്പർ, അത് ഞാൻ എപ്പോഴും ബുക്സ് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നോട്ട് ബുക്സ് ഞാൻ ഇത് ചെയ്ത് വെക്കാറുണ്ട്, എല്ലാം കീപ്പ് ചെയ്ത് വെക്കാറുണ്ടെങ്കിലും നമ്മുടെ ബുക്സിലൊക്കെ ബാലൻസ് പേപ്പർ നിൽക്കും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, പുതിയ ബുക്സ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യും. പക്ഷേ എൻ്റെ ഉമ്മ ഇങ്ങനെ നോക്കി വെക്കും, ഇത്രയും പേജൊക്കെ ബാക്കി വെച്ചിട്ടാണോ ഈ ബുക്സ് യൂസ് ചെയ്യാതെ അടുക്കി വെക്കുന്നതെന്ന്. അപ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു നോട്ട്ബുക്ക് മേടിക്കാൻ ഇത്ര പൈസ വേണം. അപ്പോൾ എന്താ, ഈ ബാലൻസ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഞാൻ അടുക്കി വെച്ചിരുന്ന നോട്ട്ബുക്കുകളെ ഇങ്ങനെ ഇതിൽ നിന്ന് പേജ് ഇളക്കി ഇതിൽ എഴുതാൻ പറ്റുന്ന ഫോമിലാക്കി എനിക്കൊരു ഫയലിലൊക്കെ ആക്കി തന്നതാണ്. അതായത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് റഫ് നോട്ടുകൾ മേടിക്കും. അപ്പോൾ അത് മേടിക്കണ്ട, പകരം ഇതിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടി എനിക്ക് തന്നതാണ്. കുറച്ചൊക്കെ ഇതൊരു വലിയ ഇതായിരുന്നു കേട്ടോ, ഞാൻ കുറേ യൂസ് ചെയ്തു, ഇനി ഇത്രയും ബാക്കിയുണ്ട്. ഇതൊക്കെ എൻ്റെ നോട്ട്ബുക്സാണ്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് എൻ്റെ ഫയൽ കളക്ഷനാണ്. ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ CAക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ചധികം എൻ്റെ തന്നെ പ്രിൻ്റ് ഔട്ട്സുകളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഈ 3 ഫയൽസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന മോസ്റ്റ് ഫേവറേറ്റ്. ഓക്കെ, ഇത് എൻ്റെ CMA ഇൻ്ററിൻ്റെ ക്ലാസ്സിൻ്റെ ഫയൽസാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ആദ്യമൊക്കെ റിട്ടേൺ നോട്ട്സാണ് കൊടുത്തിരുന്നത്. ഇതുപോലെ ഞാൻ എഴുതി ഉണ്ടാക്കി നീറ്റാക്കി കൊടുക്കുമായിരുന്നു. ഇതെല്ലാം ഉണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കൺസൈൻമെൻറ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഉണ്ട്. നല്ലതായിരുന്നു. അത് ഫുള്ളാണ് ഞാൻ ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാതും ഇല്ല, 3 സബ്ബാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതുപോലെ 8 സബിനും എനിക്ക് ഫയൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ ഒരു ബുക്ക് കളക്ഷൻ വരുന്നത്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല. ഇതെനിക്ക് ഇപ്പോഴും ഒരു മെമ്മറി തന്നെയാണ്, ഇങ്ങനെ ഒരു ബുക്ക് കളക്ട് ചെയ്ത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സിന് ഇങ്ങനെ പഠിക്കുമ്പോൾ CA CMA ഒക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് സാധിക്കുക, ഇത്ര ഒരു ബോറല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബോറടിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഞാൻ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് ഞാൻ നമ്മൾ സാധാരണ ഈ ഒരു പിക്ചറൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അതത്രയും സ്കില്ലുള്ളവരെ ചെയ്യും. എനിക്ക് അത്രയും വലിയ ടാലൻ്റ് ഇല്ല. പക്ഷേ ഈ ഒരു ആർട്ട് ഫോം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ മെയിൻലി ഇത് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതിൽ കണ്ടോ, ഇങ്ങനെ ഓരോരോ ഇതും വളരെ ഡീപ്പായിട്ട് ഇറങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ലെവൽ ഓഫ് കോൺസെൻട്രേഷനും പേഷ്യൻസും ഇതിന് വേണം. അത്രയും ക്ഷമയുള്ളവർ മാത്രമേ ഇത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പകുതിക്ക് വിട്ടിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഡീപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ആർട്ട് ഫോം ചൂസ് ചെയ്യുമായിരുന്നു. മെയിൻ റീസൺ എനിക്ക് ക്ഷമ ഇല്ലായിരുന്നു ആദ്യമൊന്നും. അപ്പോൾ ക്ഷമ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2023 മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. ഇതുപോലെ ഒരുപാട് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ഞാൻ ഉച്ചത്തിൽ പാട്ട് പാടുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു മണിക്കൂറൊക്കെ പഠിച്ചു തീർന്ന് അവിടെ നിന്ന് എണീക്കുമ്പോൾ
ഭയങ്കര ഒരു സ്ട്രെസ്സാണ് അല്ലേ. ആ സമയത്ത് കുറച്ച് പാട്ടൊക്കെ പാടി ഇതുപോലെ പടമൊക്കെ വരച്ചിട്ട് ഫുൾ പിക്ചർ ഇരുന്ന് വരയ്ക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഇതായിരിക്കും വരച്ച് വെക്കുക. നെക്സ്റ്റ് എണീക്കുമ്പോൾ അടുത്തൊരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിഫ്രഷിങ് ഫീലാണ്. എനിക്കിങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. കൂടുതൽ റീൽസൊക്കെ കാണുന്നതിന് പകരം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമ്മൾ ആ ഒരു സ്റ്റഡീസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു ബുക്ക് കളക്ഷൻ വരുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നോക്കൂ, ഇതെൻ്റെ സ്റ്റഡി ടേബിളാണ്. സ്റ്റഡി ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല ഞാൻ അങ്ങനെ വന്നിരിക്കുക. എനിക്ക് കൂടുതലും പുതിയ ഐഡിയാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഡൗട്ട്സ് ക്ലിയറൻസിനൊക്കെ ഞാൻ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല കാമാണ്, വേറെ ഇതൊന്നുമില്ല. പിന്നെ ഈ ബുക്സൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. അപ്പോൾ ഈ ബുക്ക് കണ്ടോ, ഇത് ഞാൻ CAക്ക് വേണ്ടിയിട്ട് സെൽഫായിട്ട് ഉണ്ടാക്കുന്ന നോട്ട്സാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ നമ്മുടെ CA സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, CAയുടെ ക്ലാസ്സൊക്കെ ഇനി വരും. അപ്പോൾ CAക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന സെൽഫ് നോട്ടാണ്. ഇത് ഞാൻ ഏകദേശം ഒരു വർഷമായി ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് അപ്ഡേഷൻസൊക്കെ ഉണ്ട്, അതൊക്കെ വരുത്തി ഞാൻ ചെയ്യുകയാണ്. ഇതുപോലെയാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ മിക്കത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റഡി ടേബിൾ വരുന്നത്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫയൽ കളക്ഷനാണ് കേട്ടോ. അതായത് ഞാൻ കാണിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഒരു സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതായത് ഇത്രയും ഫയൽസ് ഞാനിങ്ങനെ സൂക്ഷിക്കുന്നത് കണ്ടിട്ട് ആളെനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് 50 പോക്കറ്റ്സ് ഉണ്ട്. നമുക്കിതിനകത്ത് ഓരോന്നിലും നമ്മുടെ നോട്ട്സ് ഇങ്ങനെ കയറ്റി വെക്കാം. അപ്പോൾ എനിക്ക് സമയക്കുറവ് പറഞ്ഞ് ഇതിപ്പോൾ 8 മാസമായി എനിക്കിത് കിട്ടിയിട്ട് ഞാൻ ഇന്ന് വരെ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലതാട്ടോ. ഞാൻ OPM SMന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ സൂക്ഷിച്ചത്. ഇതിൽ ടാക്സ് എങ്ങനെയോ വന്നതാണ്. അതെവിടെ നോക്കിയാൽ മനസ്സിലാവും. ഡിജിറ്റൽ സ്ട്രാറ്റജി ഉണ്ട്, ലോഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. അതിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു ഇപ്പോഴത്തെ ബാച്ചിന് വേണ്ടിയിട്ട്. അപ്പം ഇതൊരു നല്ല ഇതായിരുന്നു. ഇതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. 8 സബ്ജക്റ്റിനും എനിക്ക് ആൾ ഗിഫ്റ്റ് ചെയ്തു. കാരണം എൻ്റെ ഫയൽ കളക്ഷൻ കണ്ടിട്ട് ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നെ ഓർമ്മിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മേടിച്ചു തന്നതാണ്. ആൻഡ് ഒരുപാട് കളർ പെൻസ് എനിക്കുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കളർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ ഇനിയും ഉണ്ട് കേട്ടോ. ആ ഒരു പെൻ ഹോൾഡർ ഇവിടെ ഇല്ല, വീട്ടിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബുക്ക് കളക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ ഇരിക്കുമ്പോൾ കാണാനൊരു വീഡിയോ പ്ലസ് എനിക്കൊരു മെമ്മറി എന്നുള്ള രീതിക്കാണ് ഞാനിതിപ്പോൾ എടുത്തേക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിലെന്തെങ്കിലും എലമെൻറ്റ് എന്നെപ്പോലെ ഇതുപോലെ ബുക്സ് കീപ്പ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് നിങ്ങൾക്കും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ ബാച്ച് ജൂലൈ 6th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. CMA ഇൻ്റർമീഡിയറ്റ് ഈ വരുന്ന ഡിസംബർ 2026 ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ. ധൈര്യമായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞിരുന്ന പോലെ പഠിക്കുക. സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. സോ നമുക്ക് ഈ വരുന്ന ഡിസംബറിൽ ബോത്ത് ഗ്രൂപ്പ് തന്നെ ക്ലിയർ ചെയ്ത് CMA ഫൈനലിസ്റ്റ് ആവാം. നിങ്ങൾക്ക് ഇതുപോലെ ബുക്സൊക്കെ വാങ്ങണ്ടേ? അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട്